വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 5-ാമത്തെ വാക്യം, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഞങ്ങളെ അതിവത്സരമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, ആ രക്ഷയുടെ കൂടാരത്തിലേക്ക് അടുക്കുന്നതിനുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായി വിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ അടിയങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന രക്ഷകനെ കണ്ടെത്താൻ തക്കോണം, അടിയങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തക്കോണം ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം ദൈവത്തിൻ്റെതാണല്ലോ കർത്താവേ. ഈ വചനം പറയുന്ന ഏഴയുടെ നാവോട് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന മക്കൾക്കും കർത്താവെ വചനം പറയുന്ന ഏഴയ്ക്കും രക്ഷയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമേ. സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. എരീഹോ പട്ടണത്തിലെ ഈ കഥ നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. എരീഹോ പട്ടണത്തിന് ഈന്തപ്പനകളുടെ നഗരം എന്നൊരു അപരനാമമുണ്ട്. അവിടെ ഈന്തപ്പന തോട്ടങ്ങളും സുഗന്ധദ്രവ്യത്തിന്റെ തോട്ടങ്ങളും റോസാ പുഷ്പങ്ങളുടെ തോട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പാലസ്തീനിലെ ചുങ്കം പിരിവിന്റെ ഒരു കേന്ദ്രമായും കണക്കാക്കിയിരുന്ന ഒരു പട്ടണമായിരുന്നു. ഈ വേദഭാഗത്ത് നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കഥ പോലെ ഉള്ള ഒരു വേദഭാഗമാണെങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവ് വന്നു എന്നൊക്കെ പറയുന്ന ഭാഗത്തിന് കാരണമായ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ കാണുവാനുള്ള നിശ്ചയം സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. വളരെയധികം ധനം സമ്പാദിച്ചിരുന്നു എങ്കിലും സന്തോഷത്തിന്റെ യാതൊരു അനുഭവവും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു സക്കായിയുടേത്. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് അന്യായമായി കരം പിരിച്ചുകൊണ്ടിരുന്ന സക്കായി ജനങ്ങളുടെ മുമ്പിൽ എന്നും വെറുപ്പുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നിലകൊണ്ടത്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും സക്കായിയുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആളുകളുടെ വെറുപ്പോടുകൂടിയാണ് സക്കായി ജീവിക്കുന്നതെങ്കിലും സക്കായിയുടെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. യേശുവിനെ കാണുക എന്നുള്ള അദമ്യമായ ആഗ്രഹമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് വെറും ഒരു ആഗ്രഹം മാത്രമല്ല, അതിലുപരിയായി അവൻ്റെ ഒരു ദൃഢനിശ്ചയമായിരുന്നു എന്നുള്ളതാണ്. ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ട് എന്ന് സക്കായിക്ക് വളരെ വ്യക്തമായി അറിയാം. ആ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ശാരീരികമായ ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് വളർച്ചയിൽ കുറുകിയവനായിരുന്നു എന്നുള്ളതാണ്. വളർച്ചയിൽ കുറിയവനാകൊണ്ടും അതോടൊപ്പം തന്നെ ഈ പൊക്കം കുറഞ്ഞ ആളിന് ഈ പുരുഷാരത്തിനിടയിലൂടെ കടന്നു പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതും വലിയൊരു പ്രതിസന്ധിയായിരുന്നു എന്നുള്ളതാണ്. യേശു എങ്ങനെയുള്ളവനും കാണുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന് തൊട്ട് പറയുമായിരുന്നു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളർച്ചയിൽ കുറുകിയവനായതുകൊണ്ട് അവന്റെ ആ നിശ്ചയത്തെ അവൻ മാറ്റിവെച്ചില്ല. ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ കർത്താവിനെ കാണാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അവൻ ഇല്ലാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പുരുഷാരം അവനൊരു പ്രതിസന്ധി ആയിരുന്നത് കൊണ്ട് അവന്റെ ഉയരമില്ലായ്മ എന്ന പരിമിതിയെ മറികടക്കുവാൻ, അല്ലെങ്കിൽ ജനങ്ങൾ അവന് തടസ്സമാണ് എന്നുള്ള ഒരു പ്രശ്നത്തെ മറികടക്കുവാൻ അവൻ അതിനുള്ളൊരു മാർഗവും കണ്ടെത്തി. ആ മാർഗം എന്ന് പറയുന്നത് അവന്റെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അവൻ കണ്ടെത്തിയത്, അവൻ ഈ കാട്ടത്തിമേൽ കയറുക എന്ന് പറയുന്നതും അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. എങ്കിലും പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കർത്താവിനെ കാണുക എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നാം തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ആഗ്രഹം കർത്താവിനെ കാണുക എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഉറച്ച തീരുമാനമാണ് അതിനടിസ്ഥാനമായി ഇരിക്കുന്നത്. ഇവയെല്ലാം മറികടക്കുവാൻ ശക്തീകരിക്കുന്ന ഒരു കർത്താവാണ് മുന്നിലുള്ളത്. ആ കർത്താവിനെയാണ് കാണുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചിന്ത സക്കായിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കാട്ടത്തിമേൽ കയറിയിരിക്കുവാൻ ആ സക്കായി ശ്രമിച്ചപ്പോൾ അവന്റെ മനസ്സിലെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനസ്സാണ് സക്കായിയുടെ മനസ്സിലുണ്ടായിരുന്നത്, ലക്ഷ്യത്തിലുണ്ടായിരുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഓരോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമുക്കത് സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ നാം പുറകോട്ട് മാറുന്നവരായി തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ കർത്താവിനെ കാണുവാൻ, ക്രിസ്തുവിനെ കാണുവാനുള്ള
ആ ചിന്തയോടുകൂടിയുള്ള യാത്രയായിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ യാത്രയിൽ നാം ഇന്ന് നോമ്പിന്റെ 32 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ യാത്ര ആ കർത്താവിനെ കാണുവാനുള്ള യാത്രയിലേക്കായിരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി സൗരഭ്യം വിതറുന്ന ഒരു സമർപ്പണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സൗരഭ്യം ഉള്ള ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്, അവിടെയാണ് ചുങ്കം പിരിച്ചിരുന്നത് എങ്കിലും സക്കായിയുടെ ജീവിതത്തിൽ യാതൊരു സൗരഭ്യമോ ഗുണമോ മണമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സക്കായി, നമ്മളൊക്കെ ഒരു പക്ഷേ എന്നും പള്ളിയിൽ വരികയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സന്ധ്യാ നമസ്കാരങ്ങളിലെല്ലാം നമ്മൾ ദിവസവും വരികയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് ഗുണമാണുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ സൗരഭ്യം വിതറുന്ന ഒരു സമർപ്പണം സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നാം സമർപ്പണത്തോടുകൂടി കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന സക്കായി കർത്താവിനെ കണ്ടു എന്നല്ല, ക്രിസ്തുവിനെ കണ്ടു എന്നുള്ളതല്ല, ക്രിസ്തു അവനെ കണ്ടു എന്നുള്ളതാണ് സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഫലമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവന്റെ ജീവിതത്തെ പൗത്രീകരിക്കുന്നതും അവൻ അങ്ങനെയാണ്. പലരും ഇന്ന് കർത്താവിനെ കണ്ടിട്ടും കാണാതെ പോകുന്ന ജീവിത രീതികളിലൂടെയാണ് ഈ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകുന്നത്. കർത്താവിനെ നമ്മൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും വിഷമങ്ങളുടെയും ആവശ്യങ്ങളുടെയും കണ്ണുനീരിന്റെയും വേദനയുടെയും ഒക്കെ നടുവിൽ നാം കർത്താവിനെ കണ്ടിട്ടുള്ളവരാണ്. എങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണാതെയുള്ള യാത്രയാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ തലമുറയുടെയൊക്കെ യാത്ര കർത്താവിനെ കാണാതെയുള്ള യാത്രയാണ്. മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതെയും ദൈവത്തെ അനുസരിക്കാതെയും ഒക്കെയുള്ള യാത്ര ഇന്നത്തെ തലമുറയുടെ വളർച്ചയിൽ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതത്തിന്റെ ലക്ഷണങ്ങളാണ്. ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും നാം ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ ഏറ്റവും നമുക്ക് മറുപടി ലഭിക്കുന്ന അല്ലെങ്കിൽ പരിഹാരം ലഭിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ആശ്രയം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പോയാൽ ഈ വഴിയിൽ നിന്നെല്ലാം തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കണ്ടിട്ടും നമ്മോടൊപ്പം ചേർന്ന് നടന്നിട്ടും നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ചുള്ള യാത്രയിലാണ് പലപ്പോഴും വലിയ പ്രതിസന്ധികളുടെ നടുവിലേക്ക് നാം എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പകൽക്കാലം ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടി വിധവയായി തീർന്ന ഒരു കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. 24 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിയുടെ പ്രായം. 2 വർഷം മാത്രമാണ് ഭർത്താവിനോടൊപ്പം ജീവിച്ചത്. എന്നാൽ ആ ജീവിതയാത്രയിൽ ഒരുപാട് ഉപദേശങ്ങളൊക്കെ ലഭിച്ചിട്ടും ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും അതൊന്നും ഉൾക്കൊള്ളാതെ അവരുടേതായ ഇഷ്ടങ്ങൾ മാത്രം തീരുമാനമെടുത്തുള്ള യാത്രയായിരുന്നു. പലപ്പോഴും ഉപദേശിക്കുകയും പിന്തിരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അവരൊരു രീതിയിലും അത് അംഗീകരിക്കാതെ വന്നപ്പോൾ രണ്ടുപേരും തീരുമാനമെടുത്തുള്ള യാത്രയിലായിരുന്നു. ആ യാത്രയിൽ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഇന്ന് ചെന്നപ്പോൾ മനസ്സിലായത് അവനൊരു വിവാഹിതനാണെന്ന് പോലും അവന്റെ കുടുംബത്തിൽ ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവൾ നിലവിളിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സത്യത്തിൽ സിനിമയിലൊക്കെ മാത്രം കണ്ടു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രംഗമാണ് അവിടെ കണ്ടത്. അവിടെ നിന്ന ആളുകളെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. കാരണം 24 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരം കണ്ടുകൊണ്ട് ഓടി അവിടേക്ക് എത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവികമായ കാഴ്ചപ്പാടുകളിലും ഒക്കെ മറന്നു പോകുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ മരിച്ചതിന്റെ കാരണം അവൻ സ്വയം ജീവൻ ഒടുക്കിയതാണോ, അവൻ അപകടത്തിൽപ്പെട്ടതാണോ എന്നൊന്നും വ്യക്തമായ ഒരു ധാരണയില്ല. എങ്കിലും അവന്റെ ജീവിതം, അവൻ 26 വയസ്സ് കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവൻ മാതാപിതാക്കളുടെ അനുസരണയില്ലാതെയും മദ്യത്തിനും മറ്റു രീതികളിലൊക്കെ അവൻ വഴിതെറ്റിയുള്ള ഒരു യാത്രയുടെ ഭാഗമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് അവന്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്, അവൻ മദ്യപിക്കുന്ന ഫോട്ടോയാണ് ഈ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് അവൻ ഇവിടെ വന്ന് ആഘോഷിക്കാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ഒക്കെ അയച്ചതാണ്. പ്രിയമുള്ളവരെ, ആ സുഖലോലുപതയിലും മദ്യലഹരിയിലും ഒക്കെ അവൻ തയ്യാറെടുത്ത് വന്നപ്പോൾ അവന്റെ ജീവിതം എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലരും ഇന്നത്തെ കാലത്ത് മദ്യമെന്ന് പറയുന്നതൊക്കെ ഏറ്റവും പഴയ ഒരു കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു രീതികളിലൊക്കെ ലഹരികളിലൊക്കെ ആയിത്തീരുമ്പോൾ ദൈവത്തെ മറന്നും മാതാപിതാക്കളെ അനുസരിക്കാതെയും ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിട്ടും
ഈ അനാവശ്യമായ രീതിയിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ തലമുറകൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ കണ്ണുകളിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നാം ജീവിതത്തിൽ എന്തൊക്കെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഏതെല്ലാം മോശമായ വഴികളിലൂടെ സഞ്ചരിച്ചാലും ഒരു നിമിഷത്തേക്ക് കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് അവനെ കണ്ടു. അവനെ കാണേണ്ടതിന് ഒരു യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അവിടെ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ സക്കായിയെ യേശു അടുത്തേക്ക് വിളിക്കുന്ന ഒരു അനുഭവമാണ്. സൗരഭ്യം വിതറുന്ന ഒരു ദേശത്ത് താമസിച്ചിട്ടും ജീവിതത്തിൽ ഒരു ഗുണവുമില്ല എന്ന തിരിച്ചറിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. ദരിദ്രർക്ക് സുവിശേഷം പറയുന്ന ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് സക്കായി ഒരു സുവിശേഷമായി അതിനുശേഷം മാറുന്നതാണ് നാം കാണുന്നത്. ഇത് കണ്ടപ്പോൾ ആളുകൾ പിറുപിറുക്കുകയും അവനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സക്കായിയുടെ നിശ്ചയത്തിന് യാതൊരു മാറ്റവുമില്ല. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന്. ഈ പിറുപിറുപ്പുകൾ ഒന്നും സക്കായിയുടെ ജീവിതത്തെ ബാധിച്ചില്ല. സക്കായി നിന്ന് കർത്താവ് അങ്ങോട്ടൊന്നും ചോദിക്കുന്നതിന് മുമ്പേ കർത്താവ് സക്കായിയെ കണ്ടപ്പോൾ സക്കായിയുടെ ഉള്ളിലുള്ള എല്ലാ പാപബോധവും ഉണർന്നിട്ട് അവൻ കർത്താവിനോട് തന്നെ പറയുകയാണ്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥ സുവിശേഷം. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന പാപബോധം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും, കർത്താവെ, ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്തത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതിനൊരു പ്രായശ്ചിത്തമായി എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ സാധിക്കും, അതിലധികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ഉപദേശത്തോടുകൂടി ജീവിക്കാമെന്ന ഒരു സാഷ്ടാംഗ പ്രണാമം കർത്താവിൻ്റെ മുമ്പിൽ സക്കായി നടത്തുമ്പോൾ അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചു എന്നുള്ളതാണ്. അതവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അബ്രഹാമിന്റെ മകൻ എന്ന പേരിന് യോഗ്യനുമാക്കി. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന്. ഇന്ന് സമൂഹത്തിൽ മോശമായ രീതിയിൽ ജീവിക്കുന്നവരെയോ ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളെയോ കാണുമ്പോൾ ദൈവികമായി ജീവിക്കുന്നവരെന്നും അല്ലെങ്കിൽ ഭക്തിയുള്ളവരെന്നും ഭാവിക്കുന്നവർ അവരെ തള്ളുന്നവരായി കാണുമ്പോഴും അവഗണിച്ച് കാണുമ്പോഴും കർത്താവ് പറയുന്ന സുവിശേഷം ഇതാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന വേറിട്ട വഴിയിലൂടെ ജീവിക്കുന്നവനെ കർത്താവ് രക്ഷയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ പങ്കുവയ്പ്പിന്റെയും സമർപ്പണത്തിന്റെയും ജീവിതത്തിലേക്ക് മാറണം. അങ്ങനെ നമുക്കൊരു രൂപാന്തരത്തിലൂടെയും മാറ്റത്തിലൂടെയും കർത്താവിനെ ജീവിതത്തിലേക്ക് രക്ഷകനായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊക്കെയും കർത്താവ് തന്നതാണ്. പലപ്പോഴും നാം അതൊക്കെ മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ അനുഗ്രഹങ്ങളും നാം ഇന്നിവിടെ ആയിരിക്കുന്നതുമൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ആ വഴി വിട്ട് സഞ്ചരിക്കാൻ ഇടയാകുന്നുണ്ട്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും പേരുന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയ മക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അടുത്ത നിമിഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പറ്റാത്ത ആധിയോടുകൂടിയാണ് അവിടെ ഓരോ മക്കളും ജീവിക്കുന്നത്. അവർ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിലായിരിക്കുന്നത്. അടുത്ത നിമിഷം അവിടെ സംഭവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പ്രിയമുള്ളവരെ, അത്രയും അസ്വസ്ഥമായ മനസ്സും ഭാരവും പ്രയാസവുമായി അനേകം മക്കൾ വിദേശത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എങ്കിലും ഇവിടെ ആയിരിക്കുമ്പോൾ അത്രയും ഭീകരമായ ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിലില്ല. പ്രിയമുള്ളവരെ, നമുക്കും ഇതൊക്കെയും സംഭവിക്കാം. നാളെ ഇവിടെ ഒരു യുദ്ധം സംഭവിക്കാം. നാളെ ഇവിടെ ഇതിലും വലിയൊരു പ്രതിസന്ധികൾ വരാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തു നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ കണ്ടപ്പോൾ നമ്മൾ മനം തിരിഞ്ഞു മാറി അല്ലെങ്കിൽ പുറംതിരിഞ്ഞു മാറിയിട്ടുണ്ടോ, തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ, കർത്താവിനെ മറികടന്ന് പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ആ രക്ഷയുടെ വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ, ആ രക്ഷയുടെ കൂടാരത്തിലേക്ക് അടുക്കുവാൻ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച വചനങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം അതിനിടയാകട്ടെ. അതിനായി നമുക്ക് ദൈവവചനവുമായി ജീവിക്കാം. നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും കർത്താവിന് വേണ്ടി രക്ഷയുടെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വചനത്തിൽ നിന്നും നിർത്തുന്നു.